ഈ അർബുദം എന്ന രോഗം എത്രത്തോളം കുടുംബങ്ങളെയും മനുഷ്യരെയും തകർക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നതാണ്. എല്ലാവരുടെയും തൊട്ടടുത്തെങ്കിലും അനുഭവങ്ങളില്ലാത്തവരായി ഇപ്പോൾ കേരളത്തിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം വന്നാൽ എങ്ങനെ സഹിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് സുഖത്തെ നേരിടുന്ന ഒരു കുഞ്ഞുമോൾ, ഒരു മിടുക്കി കുഞ്ഞ്. കുറേ ദിവസം, ഒരു 2 ആഴ്ചയോളം ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിലായതുകൊണ്ട് അവളുടെ ചേട്ടനെയും ചേച്ചിയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ 2 ആഴ്ചയോളം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ചേട്ടനെയും ചേച്ചിയും കെട്ടിപ്പിടിക്കുകയാണ്. ആ ചേട്ടൻ എങ്ങനെ സങ്കടം സഹിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളൊന്ന് കാണുന്നത്. Graças a Deus. രാഹുലുണ്ട് നമുക്കിപ്പോൾ. രാഹുലെ, ഇപ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് ഈ ഒരു സങ്കടത്തിൻ്റെ കാഴ്ച അല്ലേ? ഈ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുടുംബത്തിൽ ആ കുഞ്ഞുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ട്. അത് എത്രത്തോളമാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും അറിയാം. അത്രയേറെ സന്തോഷം അല്ലെ, ഇങ്ങനെ തുളുമ്പുന്ന പ്രായമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഉറ്റവർക്കൊന്നും സഹിക്കാനും കഴിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബൊണേക്ക എന്ന കുഞ്ഞുമോള്. അർബുദമാണ്, ചികിത്സ നടക്കുന്നു. തിരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളിത് പങ്കുവയ്ക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മളത കൊണ്ടാണ്. ആ ചേട്ടൻ അല്ലേ, കുഞ്ഞു ചേട്ടൻ കെട്ടിപ്പിടിച്ച് വിതുമ്പുകയാണ്. അപ്പോൾ ആ സ്നേഹബന്ധം ആളുകളെ കാണിക്കുന്ന അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പറയൂ ആ കുഞ്ഞിനെക്കുറിച്ചും ആ കുഞ്ഞിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയാണ്. എല്ലാവരും അതിൽ പല പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഈ ബൊണേക്കയുടെ പേരിൽ തന്നെയുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ വീഡിയോസ് ഞാൻ നോക്കാൻ ശ്രമിച്ചത്. അതിൽ മുഴുവൻ ബ്രസീലിയൻ ഭാഷയിലാണ് അതിൻ്റെ ക്യാപ്ഷനും കാര്യങ്ങളും എല്ലാം ഇട്ടിരിക്കുന്നത്. അതിന് താഴെയുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഈ വാർത്തയായി വന്നപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ കുട്ടിക്ക് ക്യാൻസർ രോഗമാണ്. തീർച്ചയായിട്ടും ഈ ക്യാൻസർ എന്ന് പറയുന്നത് വല്ലാത്തൊരു രോഗമാണ്. അത് ഈ പറയുന്ന പോലെ കാർന്ന് തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു കാഠിന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അറിയാൻ ശ്രമിച്ചത് ഈ മോൾക്ക് എത്രമാത്രം, 2-3 വയസ്സേ കാണാൻ സാധ്യതയുള്ളൂ മോൾക്ക്. അപ്പോൾ മോൾക്ക് എത്രമാത്രം ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പല രീതിയിൽ ശ്രമിച്ചു. എനിക്കത് അറിയാൻ സാധിച്ചില്ല. എങ്കിലും ഈ കുട്ടിയുടെ ആ ഒരു ഊർജ്ജസ്വലമായുള്ളൊരു അവസ്ഥ കാണുമ്പം ഭേദപ്പെടുന്ന ഘട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. പിന്നീട് ഈ വീഡിയോ ഇടുന്നു അവർ. ഈ ഒരു വീഡിയോ ഉണ്ട്, ഈ മോളുടെ മുടി മുറിക്കുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ പിൽക്കാലത്ത് ഈ മോളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത്, മോള് 2 ആഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ സഹോദരനും സഹോദരിയും അത്രമാത്രം അവളെ മിസ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ വാരി പുണർന്ന് കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോള് രണ്ടുപേരെ മുഖത്ത് നോക്കുന്നുണ്ട്. എന്തിനാണ് ഇവർ കരയുന്നത്? എന്നെ കാണുമ്പോൾ സന്തോഷമല്ലേ വരേണ്ടെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു നിഷ്കളങ്കത മോളുടെ മനസ്സിലുമുണ്ട്. ഞാൻ പറയുന്നത് ആ വീഡിയോ അത് അങ്ങനെ തന്നെ ഇരിക്കണം. കാരണം ഇവർ വലുതാകുമ്പോൾ ഒരു രോഗത്തെ ഞാൻ അതിജീവിച്ച് വന്നതാണ്. അത് വന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ ഘട്ടത്തിൽ എൻ്റെ വലിയ മുടി മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ രോഗങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയും, രോഗത്തെ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഒരു പാഠപുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റീലുകളായിക്കോട്ടെ, ആ അക്കൗണ്ട് ആയിക്കോട്ടെ. അതുകൊണ്ട് കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ്. അവർ പരസ്പരം സ്നേഹമുണ്ട്. അച്ഛനമ്മമാരും വളരെ പോസിറ്റീവായാണ്. ഈ രോഗം മാറും, ഈ കുട്ടികളെല്ലാം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും, ഈ കഥകൾ അവർ നമ്മളോട് പറയും, അതിജീവനത്തിൻ്റെ മാതൃകയായി കുട്ടികൾ വളരും എന്നൊക്കെ ചിന്തിക്കുന്ന വലിയ പോസിറ്റീവായൊരു കുടുംബത്തെ ഞാൻ ആ ഫ്രെയിമിന് പുറകിൽ കാണുന്നുണ്ട്. ഫ്രെയിമിന് മുന്നിൽ സ്നേഹിക്കുന്ന ഒരു സഹോദരനെയും സഹോദരിയൊക്കെ കാണുന്നുണ്ട്. ഈ രോഗം അവരുടെ മുന്നിൽ തോറ്റുപോകുമെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിയാണ് രാഹുൽ, ആ രോഗം തോറ്റുപോട്ടെ. ബൊണേക്ക എന്ന ആ കുഞ്ഞു മിടുക്കിയുടെ ചിരിക്കുന്ന അല്ലേ, അവർ ആ 3 സഹോദരങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിറയ്ക്കാൻ ആ കുടുംബത്തിന് കഴിയട്ടെ. എനിക്ക് തോന്നുന്നു കാണുമ്പോൾ ആർക്കൊരു വല്ലാത്തൊരു ഫീലായിരിക്കും. പക്ഷേ അത് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് എനർജി നിറയ്ക്കുക കൂടി ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശരി.